നല്ല അടിപൊളി മഴ പെയ്യുമ്പം ചൂട് കാപ്പിയും ഒരു ഏത്തക്കാപ്പണം കഴിച്ചാൽ എന്താ സുഖമല്ലേ. ഇതൊരു ഏത്തക്കാപ്പത്തിൻ്റെ കഥയാണ്. കുഞ്ഞൻ ഏത്തക്കാപ്പം, കുറച്ചെണ്ണയിൽ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു കുഞ്ഞൻ ഏത്തക്കാപ്പം. ഏത്തയ്ക്ക ആദ്യം തന്നെ ഞാനൊരു 3 ഏത്തയ്ക്ക എടുത്തിട്ടുണ്ട്. 4ആയിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്, കാരണം ഇവൻ കുഞ്ഞനാണല്ലോ. ഏത്തയ്ക്ക എടുത്തു, അത് ഞാൻ ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. ആദ്യം തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു 1.5 2 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു 2 ഏലക്ക ചതച്ചതും അങ്ങോട്ട് ഇട്ടു. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. പക്ഷേ ഏത്തയ്ക്കയ്ക്ക് ഇത്തിരി മധുരം കുറവായിരുന്നു. ഏത്തയ്ക്കയ്ക്ക് ഇത്തിരി മധുരം കുറവാണെങ്കിൽ നമുക്ക് പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനൊരു 1.5 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. മധുരം കുറവാണെങ്കിൽ മാത്രം പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. തീരെ ലൂസുമല്ല, എന്നാലൊരു അത്യാവശ്യം മുക്കി എടുക്കാവുന്ന പരുവം. ചൂടെണ്ണ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പാനിലും എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഓരോ കഷ്ണം എടുത്ത് ബാറ്ററിൽ അങ്ങോട്ട് മിക്സ് ചെയ്ത് അപ്പം അങ്ങോട്ടിട്ടു. അപ്പം അല്ല കേട്ടോ, ഏത്തക്കയാണ് ഇട്ടത്. ഓരോരോന്ന് ഇട്ടിട്ട് ഫോർക്ക് വെച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് കോരി അങ്ങോട്ട് എടുത്തു. ഒരു 10 മിനിറ്റത്തെ കാര്യമുള്ളൂ. നല്ല അടിപൊളി ഏത്തയ്ക്ക, നല്ല ക്രിസ്പി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഏത്തയ്ക്ക. ചൂട് കാപ്പിയും നല്ല മഴയും ഒരു ഏത്തയ്ക്കാപ്പം കൂടെ കഴിക്കാൻ എന്താ സുഖമല്ലേ. എന്നാൽ പിന്നെ ഒട്ടും വൈകിക്കണ്ട, ഒരു ഏത്തയ്ക്കാപ്പം അങ്ങ് ഉണ്ടാക്കിക്കോ.